നമസ്കാരം. അടിച്ചു നക്കുക അല്ലെങ്കിൽ വഴിച്ചു നക്കുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. എന്ന് പറഞ്ഞാൽ പാത്രത്തിലുള്ള കറിയുടെ അല്ലെങ്കിൽ ഭക്ഷണ സാധനത്തിന്റെ അവസാന തരി വരെ കൈകൊണ്ട് വിരൽ കൊണ്ട് ആകെ ഒന്ന് തൂർത്തെടുത്ത് നാക്കുകൊണ്ട് നക്കിയെടുക്കുക. അതിനെയാണ് വഴിച്ചു നക്കുക അല്ലെങ്കിൽ വടിച്ചു നക്കുക എന്ന പ്രയോഗം. അവസാനത്തെ തരി വരെ അവശേഷിക്കാതെ തീർത്തും എടുക്കുക. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതും അതാണ്. ഇലക്ഷൻ എടുത്തപ്പോൾ വഴിച്ചു നക്കൽ തുടങ്ങി, വടിച്ചു നക്കൽ തുടങ്ങി. ഉദാഹരണമാണ് ബാറിന്റെ കാര്യം. ബാറുകളുടെ സമയം രാത്രി 12 മണി വരെയാക്കി നീട്ടിക്കൊടുത്തു. എല്ലായിടത്തും മദ്യത്തിന്റെ ഉപയോഗം പടിപ്പടിയായി കുറച്ചു കൊണ്ടുവരണം എന്ന നയത്തിലാണ് ഈ സർക്കാർ അധികാരത്തിലേറുന്നത്. ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ബാറുകളുടെ എണ്ണം 29 ആയിരുന്നു. പടിപ്പടിയായി കുറച്ച് ബാറുകളുടെ എണ്ണം 884 ആക്കി. ഈ നയം തെറ്റൊന്നുമല്ല, ജനത്തിനെ മടിപ്പിച്ച് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലായിരിക്കാം. ഉദ്ദേശശുദ്ധി. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ മുന്നിൽ കുറച്ച് ലഡു ഒരു ദിവസം കൊണ്ട് വയ്ക്കുന്നു എന്ന് കരുതുക. ഒരു 25 ലഡു കൊതിയനാണ്, കഴിക്കും, 25 കഴിക്കും. അത് കഴിച്ചു തീരുമ്പോൾ വീണ്ടും കൊണ്ടുവയ്ക്കുന്നു. അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും ഒരു 4-5 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ലഡുവിനോട് ഒരു മടുപ്പ് തോന്നും. അതുപോലെ കുടിപ്പിച്ച് മടുപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ലക്ഷ്യത്തോടുകൂടി ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ബാറുകളുടെ എണ്ണം 29 നിന്ന് 884 ആക്കിയത്. അഭിനന്ദിക്കുന്നു സർക്കാരിനെ. ജനം കുടിച്ച് അവസാനം ഈ മദ്യത്തിനോട്, കുടിയോട് ഒരു വിരക്തി ഉണ്ടാകും. അങ്ങനെ ജനം കുടിയിൽ നിന്ന് ഒഴിവാകും. മദ്യവിമുക്ത കേരളമായി മാറും. സർക്കാരിന്റെ ലക്ഷ്യം കൊള്ളാം, ഉദ്ദേശശുദ്ധി കൊള്ളാം. ഇപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി തന്നെയാണ് 10 മണിവരെ ഉണ്ടായിരുന്ന ബാറിന്റെ സമയം 12 മണിവരെ ആക്കി കൊടുത്തത്. ആളുകൾ പരമാവധി കുടിക്കട്ടെ, അങ്ങനെ കുടിച്ച് മദ്യത്തിനോട് ഒരു വിരക്തി ഉണ്ടാകട്ടെ. ടൂറിസം മേഖലകളിൽ മദ്യത്തിന് 12 മണിവരെ അനുവാദമുണ്ട്. മറ്റ് മേഖലകളിലാണ് അല്ലെങ്കിൽ ടൂറിസം സ്പോട്ടുകളിൽ 12 മണിവരെ അനുവാദമുണ്ട്. അതിനെ ഏകീകരിച്ചു എന്നാണ് സർക്കാർ പറയുന്നത്. മറ്റുള്ളിടത്ത് 10 മണിവരെ, ടൂറിസം മേഖലയിൽ 12 മണിവരെ. എന്ത് ഭീകരമായ അരാജകത്വം അല്ലെങ്കിൽ എന്ത് ഭീകരമായ നീതി നിഷേധം! ടൂറിസം മേഖലയിലുള്ളവർക്ക് 12 മണിവരെ കുടിക്കാം, ബാക്കിയുള്ളിടത്ത് 10 മണിവരെയോ? ഹായ്, മോശം! സർക്കാർ നയപരമായ തീരുമാനമെടുക്കാൻ എടുത്തത് ആകെ 3 ദിവസം. 3 ദിവസം തികച്ചെടുത്തില്ല. എല്ലാ കാര്യത്തിനും ഹൈ സ്പീഡാണ്, വളരെ വേഗതയാണ്. ഒരു ഫയലും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. കാരണം അത് ജനത്തിന്റെ ജീവിതമാണ്, ആളുകളുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫയലും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്ന നയത്തിൽ ഈ തീരുമാനവും എടുത്തു. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. 3 ദിവസം തികച്ചെടുത്തില്ല, 2 ദിവസവും. ഒരു ദിവസം 24 മണിക്കൂർ, 2 ദിവസം 48 മണിക്കൂർ, 49.5 മണിക്കൂർ കൊണ്ട് ഒരു ഫയലിൽ തീരുമാനമുണ്ടാകുക. സർക്കാരിന്റെ ഗതിവേഗത്തിന് ഇതിനപ്പുറം തെളിവെന്തിനാണ്? ഏത് ജനത്തിനും അറിയാം ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ശാസ്ത്രം. 884 ബാറുകൾ, ഇവരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ വഴിച്ചു നക്കുകയാണ്, വടിച്ചു നക്കുകയാണ്. അതുപോലെ തന്നെയാണ് മുമ്പ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അനധികൃത നിയമനങ്ങൾ. താൽക്കാലിക വേതനക്കാരായി ജോലിയിൽ കയറിയ പാർട്ടി അണികൾക്ക് സ്ഥിര നിയമനം. പറഞ്ഞു കേൾക്കുന്നത് ശരിയാണോ എന്നറിയില്ല. 1 വർഷത്തെ ശമ്പളമാണത്രേ ഫണ്ടിലേക്ക്. പഠിച്ച് തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്ന, PSC ടെസ്റ്റ് പാസ്സായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ PSC ടെസ്റ്റിന് വേണ്ടി അഹോരാത്രം പഠിക്കുന്ന യുവജനങ്ങൾ കളത്തിന് പുറത്ത്. ഇവിടെയും പറയുന്നത് നീതിയാണ്, നീതിന്യായമാണ് പറയുന്നത്. ഇത്രയും കാലം 10 വർഷം അല്ലെങ്കിൽ 5 വർഷം താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തവനെ പിരിച്ചുവിട്ടാൽ അവന്റെ കുടുംബം എങ്ങനെ ജീവിക്കും? സത്യസന്ധമായ കാര്യം. പക്ഷെ അവൻ താൽക്കാലിക ജീവനക്കാരനായത് കൊടി പിടിച്ചതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഒരു PSC ജോലിക്ക് വേണ്ടി പണിയെടുക്കുന്ന, അഹോരാത്രം പഠിക്കുന്ന പാവ യുവജനങ്ങൾ ലിസ്റ്റിൽ വന്നാൽ 1ാം റാങ്കുകാരന് പോലും ജോലിയില്ലാത്ത അവസ്ഥ. പല ലിസ്റ്റുകളും ക്യാൻസൽ ആവുകയാണ്, 1ാം റാങ്കുകാരനെ പോലും നിയമിക്കാതെ. നമുക്കറിയാം, കുറച്ചുപേരെ മാത്രം എടുത്തിട്ട് ക്യാൻസലായ ഒരു പോലീസ് ലിസ്റ്റിനെ കുറിച്ച് 1 വർഷം മുമ്പ് സെക്രട്ടേറിയറ്റ് നടയിൽ അവർ ദിവസങ്ങളോളം സമരം ചെയ്തത്. തിരിഞ്ഞു നോക്കാൻ ഒരു കനിവുണ്ടാവാൻ സർക്കാരിന് കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെയും വളരെ വേഗത്തിൽ ഫയലുകൾ നീങ്ങുന്നു, മന്ത്രിമാരുടെ അടുത്തെത്തുന്നു, തിരിച്ചെത്തുന്നു, നിയമനം ഉടൻ സാധൂകരിക്കപ്പെടുന്നു. അവർ
സ്ഥിര നിയമനക്കാരായി മാറുന്നു. ഫയലിന് വല്ലാത്ത വേഗം, വളരെ വേഗത്തിൽ സർക്കാർ തീരുമാനമെടുക്കുന്നു. സുപ്രീം കോടതി വിധി വന്നാൽ നടപ്പിലാക്കാതെ എന്ത് ചെയ്യും? നടപ്പിലാക്കണം എന്ന് വാശിയുള്ളതാണ് സർക്കാർ. നമ്മളത് ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ കണ്ടതാണ്. പക്ഷേ സുപ്രീം കോടതി വിധിയെ മറികടന്നുകൊണ്ട് കേട്ടിട്ടില്ലാത്തവർക്ക് നിയമന അംഗീകാരം കൊടുക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു. അത് യുവജനങ്ങളോടുള്ള കരുതലല്ല, വോട്ടിനോടുള്ള കരുതലാണ്. 2025 സെപ്റ്റംബർ 1 കോടതി വിധിയുണ്ടായത്. ഈ കോടതി വിധിയെ മറികടന്നുകൊണ്ട് തീർച്ചയായും സർക്കാർ നിയമനങ്ങൾ അംഗീകരിക്കാൻ പോവുകയാണ്. വോട്ട് വഴിച്ചു നക്കൽ. ഈ അധ്യാപക സുഹൃത്തുക്കളോട് എതിരായതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്, സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിനാണ്. NSSന് കിട്ടിയ അനുകൂല വിധി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മറ്റ് സാമുദായിക സംഘടനകളും മറ്റ് സ്കൂളുകളുമൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഇതുവരെ തയ്യാറാകാതിരുന്ന സർക്കാർ ഇലക്ഷൻ വന്നപ്പോൾ അതിന് തയ്യാറായിരിക്കുന്നു. വോട്ട് തന്നെ ലക്ഷ്യം, വോട്ട് മുഖ്യം ബിഗിലെ. അടുത്ത വഴിച്ചു നക്കൽ. മര വ്യവസായത്തിന് പുതിയ നയം. പ്ലൈവുഡ് നിർമ്മാണത്തിന് 23 ഇനം മരങ്ങൾ കൂടി ഉൾപ്പെടുത്താം, ഉപയോഗിക്കാം എന്ന രീതിയിൽ ഭേദഗതി വരുന്നു. മരവ്യവസായത്തിലെ ഒരു വിഭാഗം വ്യാപാരികളുടെ എതിർപ്പ് വകവയ്ക്കാതെ കേരള ഫോറസ്റ്റ് റെഗുലേഷൻ ഓഫ് സോമിൽ ആൻഡ് അതർ വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രിയൽ നിയമം ഭേദഗതി ചെയ്ത് സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. നമ്മുടെ പച്ചപ്പ് മുഴുവൻ നക്കി തുടച്ചില്ലാതാക്കുന്ന ഒരു നയം. റബ്ബർ തടി മാത്രം ഉപയോഗിക്കാം എന്ന നിയമത്തിന്മേൽ, എന്ന കരാറിന്മേൽ, വനാതിർത്തിയിൽ എന്തിന് വനത്തിനകത്തുവരെ പ്ലൈവുഡ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട്. 800ഓളം വരുന്ന ഈ പ്ലൈവുഡ് ഫാക്ടറികൾക്ക് 23 ഇനം മരങ്ങൾ കൂടി ഉപയോഗിക്കാം, ആകെ 24 മരങ്ങൾ ഉപയോഗിക്കാം എന്ന രീതിയിൽ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു. ഇത് കേരളത്തിന്റെ പച്ചപ്പ് മുഴുവൻ തുടച്ചു നീക്കും. ഇതൊന്നും സർക്കാരിന് അറിയണ്ട. ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ശാസ്ത്രം മാത്രം അറിഞ്ഞാൽ മതി. 2 പ്ലൈവുഡ് ഫാക്ടറികൾ തമ്മിലുള്ള ദൂരപരിധിയുടെ അകലവും കുറച്ചു എന്ന് പറഞ്ഞാൽ പരമാവധി പോരട്ടെ. സർക്കാരിന്റെ കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇടനിലക്കാരായി പ്രവർത്തിച്ച് വൻ സാമ്പത്തിക അഴിമതിയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്ത് തരം പോക്കാണിത്? കോടതി മാത്രമാണ് ജനത്തിന് ആശ്വാസം. നവകേരളം സർവേ എന്ന രീതിയിൽ ഇലക്ഷൻ സ്റ്റണ്ട്, സർക്കാരിന്റെ ഫണ്ട് എടുത്തുകൊണ്ട് ഇലക്ഷൻ പ്രചരണം, അതിന് തടയിട്ട് ഹൈക്കോടതി. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ ദിവസങ്ങൾ വേണ്ടി വന്നില്ല, വെറും മണിക്കൂറുകൾ. നവകേരളീയ സർവേ, സ്വന്തം ആളുകൾക്കുള്ള ഈ സർവേയിൽ ലക്ഷങ്ങൾ അല്ല കോടികളാണ് പൊടിപൊടിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. അതിനെതിരെ ഹൈക്കോടതി തിരിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ മണിക്കൂറുകൾ മാത്രം മതിയായിരുന്നു. തുടർഭരണം എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ആ സർവേ ഹൈക്കോടതി പൊളിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി വാളണ്ടിയർമാർക്ക് നിർദ്ദേശം നൽകുന്ന ശബ്ദരേഖകൾ പുറത്തുണ്ട്, സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്തൊക്കെ വരാനിരിക്കുന്നു എന്ന് കാണാം. ഇതുപോലുള്ള വഴിച്ചു നക്കലുകൾ സമൂഹത്തെ ദുരിതത്തിലെത്തിക്കുകയുള്ളൂ, ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ നാശത്തിലെത്തിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.